ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹീതരെ, ദൈവപുത്രൻ്റെ തിരുപ്പിറവി തിരുനാളിലേക്കുള്ള തീർത്ഥാടനത്തിൽ ഒരു മഹാപുരുഷനെ ഈ ആഴ്ചയിലെ സുവിശേഷ വേദ വായനാ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മനോവേദനയുടെ തീജ്വാലയിൽ എരിയേണ്ടി വന്നിട്ടും പാദങ്ങൾ ഇടറാതെ, പാത തെറ്റാതെ, കറ പുരളാതെ, നിറം വന്ന തങ്കം പോലെ പ്രശോഭിച്ച യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ യോസഫാണ് ആ വ്യക്തി. ഈ വേദഭാഗത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശങ്ങളെ ഇങ്ങനെ അപഗ്രഥിക്കാം. ഒന്നാമതായി, നീതിമാനായ ഒരു വ്യക്തിയുടെ തകർന്ന സ്വപ്നങ്ങൾ. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത മറിയാം എന്ന കന്യക ഗർഭിണിയാണെന്നറിഞ്ഞ് കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന് അടിഞ്ഞതിനുള്ള വിഷമത്തിൽ വിരാജിക്കുന്ന വ്യക്തി. അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുവാൻ നമുക്കാകണം. ജീവിതത്തിലെ താൽക്കാലികമായ തകർച്ചകളിൽ ദൈവത്തെയും മറ്റുള്ളവരെയും പഴിക്കുന്നവരാകരുത് നാം. ഭൗതിക സുഖങ്ങളും ആഡംബര സമ്പൂർണമായ ജീവിതവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്വപ്നങ്ങൾ നമ്മെ നിരാശയിലേക്ക് നയിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് നന്മാധിഷ്ഠിതമായ സ്വപ്നങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യൗസേപ്പ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ. എൻതി മെഥേന്തോസ് എന്ന ഗ്രീക്ക് പദമാണ് ഈ പദത്തിന് ഉപോത്ബലകമായി ഉപയോഗിച്ചിരിക്കുന്നത്. ആന്തരികമായി ഹൃദയ സംവാദം നടത്തുക എന്നതാണ് ഇതിനർത്ഥം. താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ആത്മാവിൽ ധ്യാനിച്ച് സ്വയം ആലോചനയ്ക്ക് വിഷയീഭവിപ്പിച്ചു. അതുകൊണ്ട് ദൈവാധിഷ്ഠിതമായി എങ്ങനെ തരണം ചെയ്യാം എന്ന ആലോചന അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. രണ്ടാമതായി, ആശ്വസിപ്പിക്കുന്ന ദൂതൻ്റെ സാന്നിധ്യമാണ്. സ്വപ്നങ്ങൾ ദർശിക്കുക എന്നാൽ ദൈവസ്വരം കേൾക്കുക എന്ന ഒരു പോസിറ്റീവ് തലമുണ്ട്. ആന്തരിക സംഘർഷങ്ങൾ മനസ്സിൽ അലയടിക്കുമ്പോൾ നിവാരണത്തിനായി സമീപിക്കേണ്ടത് ദൈവത്തെ ആകണം എന്നുള്ള ചിന്തയാണ് വിശുദ്ധ യൗസേപ്പ് നമുക്ക് നൽകുന്നത്. മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ച് ആലോചിച്ച് അസാധ്യമെന്ന് തോന്നുന്ന കാര്യം ദൈവത്തിന് സുസാധ്യമെന്ന് ബോധ്യമുണ്ടാകണം. സ്വപ്നങ്ങൾ സുവർണ സ്വപ്നങ്ങളാകുമ്പോൾ ദൈവദൂതൻ നമ്മുടെ ചാരയെ എത്തും. ദൂതൻ വന്നതിന് ശേഷമേ, പരിഹാരം വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ പ്രവർത്തന പന്ഥാവിലേക്ക് ഇറങ്ങാവൂ. ആദ്യം ആലോചന, പിന്നീട് സ്വപ്നം, അത് കഴിഞ്ഞ് പ്രവൃത്തി. അഭൗമമായ ദിവ്യത്വത്തെ വീക്ഷിക്കുവാനുള്ള മനസ്സിൻ്റെ നേര്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് മനസ്സിലാക്കുവാനുള്ള മനോഭാവം, ഇവ നമുക്കുണ്ടാകണം. സ്വപ്നത്തിലൂടെ ദൈവം നിർദ്ദേശിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക. ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട. ദാവീദിൻ്റെ മകനായ യൗസേപ്പെ എന്ന് സംബോധന ചെയ്യുന്നു. ദാവീദിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ സാക്ഷിയാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം. ഈ നിയോഗം ഭീതിയുടെ ചക്രവ്യൂഹത്തിലേക്കുള്ള ചുവടുവെപ്പായി അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ സാന്ത്വന വചനം ദൂതൻ പറയുന്നത്. ഈ ഉദ്ബോധനത്തിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് വിശുദ്ധ യൗസേപ്പിനെയും പങ്കാളിയാക്കുകയാണ് ദൈവം. വ്യക്തിജീവിതത്തിലെ വൈതരണികളും അവ പരിഹരിക്കുവാനുള്ള ദൈവനിർദ്ദേശവുമാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ഇനി ഈ വേദഭാഗത്തെ ഒരു കുടുംബ പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗം നൽകുന്ന ഒരു സന്ദേശം, ദിവ്യദൂതന് ശേഷം ദൂതൻ യൗസേപ്പിനെ ചില ചുമതലകൾ ഏൽപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. മറിയാമിനെ ഭാര്യയായി സ്വീകരിക്കണം, അവളുടെ ശിശുവിനെ പേരിട്ട് നിയമപ്രകാരം അവനെ തൻ്റെ ശിശുവായി ദത്തെടുക്കണം. ദൈവം മനുഷ്യനാകുവാൻ തീരുമാനിച്ചപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിക്കുവാൻ തീരുമാനിച്ചു. പൗലോസ് ലീഹ ഊന്നി പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ.
അവൾക്കൊരു ഭർത്താവ് ഉണ്ടാകണം. അദ്ദേഹം ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകണം. ദൈവപുത്രന് യേശു എന്ന് പേരിടണം. നല്ല ഒരു കുടുംബ പശ്ചാത്തലം, സുദൃഢമായ കുടുംബ ബന്ധങ്ങൾ, സ്നേഹം, കരുതൽ, വാത്സല്യം, സ്വഭാവ രൂപവൽക്കരണം, ഇവയെല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള ഒരു കുടുംബത്തിന് ഉണ്ടാകണം എന്ന പ്രതീകാത്മകമായ ചിന്തയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ദൈവത്തിൽ അധിഷ്ഠിതമായ കുടുംബം പരിക്കുകൾ കൂടാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഒരാൾ, കുടുംബനാഥൻ എത്രമാത്രം അലേർട്ട് ആയിരിക്കണം എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് വിശുദ്ധ യൗസേപ്പ്. പിന്നീട് കുടുംബ ബന്ധങ്ങളിൽ കുടുംബ പങ്കാളികളെ തേജോവധം ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു നീതിമാൻ്റെ ചിത്രം, കുടുംബ പങ്കാളിയെ തേജോവധം ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു നീതിമാൻ്റെ ചിത്രമാണ് യൗസേപ്പ് പിതാവ് നൽകുന്നത്. എ ജെൻറ്റിൽമാൻ ഈസ് ഓൺ ഹു നെവർ ഇൻഫ്ലിക്ട്സ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്തവനാണ് നീതിമാൻ. താൻ അപമാനം സഹിക്കേണ്ടി വന്നാലും തൻ്റെ പങ്കാളി അപവാദം ഏൽക്കാൻ പാടില്ല എന്നുള്ള യൗസേപ്പിൻ്റെ നീതിബോധം. ആരോപണ ശരങ്ങൾ ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അപരനെ അകാരണമായി വേദനിപ്പിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ അനേകരുണ്ട്. നമ്മുടെ സമീപനം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോസഫിനെ പോലെ നിദ്രയിൽ നിന്ന് ഉണരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാവുക. അപ്പോഴാണ് നമ്മെ സംബന്ധിച്ച ദൈവപദ്ധതികൾ പൂവണിയുന്നതും. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ നിശബ്ദത, പ്രാർത്ഥന, എളിമ, ധ്യാനം, സംരക്ഷണം, ത്യാഗം, ഈ അമൂല്യ സുഹൃതങ്ങൾ നമ്മിൽ ഒരു യാഥാർത്ഥ്യമാകട്ടെ. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ചിന്തകളിൽ നിന്ന് വിരമിക്കുന്നു.